ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ജോർജ് മാത്യു നിങ്ങളുടെ മ്യൂട്ടിലാണ് എപ്പോഴും. परमेश्वर के नाम की महिमा हो. വീണ്ടും ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഇങ്ങനെ സൂമിൽ കൂടെയും ഫേസ്ബുക്ക് കൂടെയും കൂടി വരുവാൻ ദൈവം നൽകിയ വലിയ കൃപയ്ക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. एक और बार इस तरह मीडिया के द्वारा परमेश्वर के सम्मुख उपस्थित रहने के लिए प्रभु ने मदद की, इसलिए मैं प्रभु का धन्यवाद देता हूँ. ഇന്ന് പ്രത്യേകിച്ച് സജോ കുടുംബമായി ഉണ്ട്. ഒത്തിരി നാൾക്ക് ശേഷമാണ് സജോ ഇത് അറ്റൻഡ് ചെയ്യുന്നത് എന്ന് തോന്നുന്നു. ഇവിടെ ആയിരുന്ന സമയത്ത് സജോ റെഗുലറായി അറ്റൻഡ് ചെയ്യുന്ന ഒരു മെമ്പർ ആയിരുന്നു. विशेषकर सजो के लिए परमेश्वर का धन्यवाद हो. पूरे परिवार के साथ, पिताजी, माताजी, बहन के साथ में मिलकर के आज प्रभु के सम्मुख रहे हैं. उन्होंने हमारे स्टडी में हमेशा उपस्थित रहे और परमेश्वर की महिमा उन्हें पाए. അതുപോലെ LB സാം ഫേസ്ബുക്കിൽ നമ്മുടെ പ്രേക്ഷകനാണ്. ഇന്ന് അദ്ദേഹം സൂമിൽ വന്നിട്ട് LBയെയും കുടുംബത്തെയും സ്വാഗതം ചെയ്യുന്നു. और भी जो आज फेसबुक द्वारा या जूम द्वारा हमारे साथ जुड़े हुए सारे भाई बहनों को नाम से मैं नमस्कार देता हूँ. കൂടി വന്നിരിക്കുന്ന സകല വ്യക്തി ജീവിതങ്ങളെയും പാസ്റ്ററേയും എല്ലാരെയും യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. एक और बार मसीह वंदना देता हूँ. നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തിലോട്ട് കിടക്കാം. हमें उस वचन की ओर हम वापस आएंगे जहाँ पर हम अध्ययन करते हैं. अतिरे सुसमाचार 15वीं आयत. നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം കണ്ടത് കനാന്യ സ്ത്രീയുടെ ആ ഒരു കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം ചിന്തിച്ചത്. पिछले सप्ताह हमने वो कनानी जाति के स्त्री के विश्वास के विषय में अध्ययन किए थे. കനാന്യ സ്ത്രീയുടെ സെലക്ഷന്റെ പ്രശ്നവും അതുപോലെ സക്കായിയുടെ സെലക്ഷനും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ കുറച്ച് ആഴത്തിൽ പഠിക്കുവാൻ ഇടവന്നത്. और इस कनानी जाति स्त्री और जक्कई, ये दो जनों के उद्धार के विषय में चुनौती के बारे में हमने कुछ बातें अध्ययन किए हैं. നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം കണ്ടതുപോലെ ദൈവങ്ങളെ ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, ദൈവം നമ്മളെ സെലക്ട് ചെയ്തതുകൊണ്ട്, ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ കണ്ടതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരു ചാൻസും ഇല്ല, നമുക്ക് ഒന്നും ക്ലെയിം ചെയ്യാനുമില്ല. मैं एक बार और दोहराना चाहता हूँ, प्रभु यीशु मसीह ने हमें जगत के उत्पत्ति से पहले हमें चुन लिया था, इसलिए हम आज प्रभु के सम्मुख उपस्थित हैं. अन्यथा कोई और रास्ता नहीं था. നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം ചിന്തിച്ച ഒരു വേദഭാഗമാണ് 1 പത്രോസ് 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ. पिछले सप्ताह हमने उत्पत्ति किताब में से दूसरे अध्याय उसके 9 और 10 के पदों में पढ़ा था. 1 പത്രോസ് 2-ാം അധ്യായം 9-10 ഞാൻ വായിക്കുന്നു. അതിന് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവരുടെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അവയെ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. माफी चाहता हूँ. पहला पत्रस 2 उसका 9 और 10 पदों को हम देखते हैं. इस तरह से पढ़ते हैं, पर तुम एक चुनाव वंश का समाज और पवित्र लोग और परमेश्वर की निज प्रजा हो, इसलिए कि जिसने तुम्हें अंधकार में से अपने अद्भुत ज्योति में बुलाया है उसके गुण प्रकट करो. तो पहले तो कुछ भी ना थे, पर अब परमेश्वर की प्रजा हो. तुम पर दया नहीं हुई थी, पर अब तुम पर दया हुई है. ഞാൻ അതിന്റെ ഇംഗ്ലീഷിൽ കൂടി വായിച്ചിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ബട്ട് യു ആർ എ ചൂസൺ റേസ്, എ റോയൽ പ്രീസ്റ്റ്ഹുഡ്, എ ഹോളി നേഷൻ, എ പീപ്പിൾ ഫോർ ഗോഡ്സ് ഓൺ പൊസിഷൻ, സോ ദാറ്റ് you may proclaim the excellencies of him who has called you out of darkness into his marvelous light. നമ്മൾ ഈ വേദഭാഗം നമ്മൾ ഈ പഠിച്ച മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് കനാന്യ സ്ത്രീയുടെ അതുമായി ബന്ധപ്പെട്ട സെലക്ഷനുമായി ബന്ധപ്പെട്ട അതുമായി വളരെ അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് ഫർദറായിട്ട് പത്രോസ് എഴുതിയിരിക്കുന്ന ഒരു പോർഷനാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. इस पदों को पिछले सप्ताह हमने अध्ययन किए थे, जो कनानी जाति स्त्री के विषय में, जो हमारे
चुनना कैसे हुआ है और क्यों हम चुना गया है, इसके विषय में हमने अध्ययन किए। ദൈവങ്ങളെ എപ്പോഴും നമ്മൾ ഒരു കാര്യം ഓർക്കണം. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. यहाँ पर खास एक शब्द इस्तेमाल किए हुए हैं, एक चुना हुआ वंश है। നമുക്ക് എല്ലാവർക്കും അറിയാം യാക്കോബിനെ ദൈവം തെരഞ്ഞെടുത്ത വിധം. हम में से प्रत्येक ये जानते हैं कि कैसा परमेश्वर ने याकूब को चुन लिया था। തെരഞ്ഞെടുക്കപ്പെടുവാൻ ഒരു ചാൻസും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു യാക്കോബ്. किसी तरह से कोई संभावना ही नहीं था। യാക്കോബ് ജനിച്ചത് തന്നെ രണ്ടാമനായിട്ടാണ്. മാത്രമല്ല അവന്റെ പിതാവ് അവന്റെ സഹോദരൻ യേശാവിനെയാണ് സ്നേഹിച്ചത്. മാത്രമല്ല യാക്കോബിന്റെ സ്വഭാവമാണെങ്കിൽ വളരെ ഉപായിയാണ്, അത്ര വലിയ നല്ല പറയത്തക്ക സ്വഭാവവുമില്ല. देखिए याकूब अपने माँ के दूसरे बेटा होकर के पैदा हुआ है और उसके पिता ने उसके बड़े भाई एसाव से प्रीति रखे थे। और तीसरी चीज हम देखें, जैसा उसके नाम के अर्थ है वैसा उसमें कोई खूबी नहीं था, वो चालाकी भी जानते थे। ഹല്ലേലൂയ. പക്ഷേ ദൈവം ലോകസ്ഥാപനം മുമ്പേ കണ്ടതുകൊണ്ട് അവന്റെ പദ്ധതിയിൽപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് യാക്കോബിനെ ദൈവം തെരഞ്ഞെടുത്ത് അവന്റെ ഹല്ലേലൂയ അവനിൽ കൂടെ ഒരു വലിയ വംശം തന്നെ, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനത തന്നെ ദൈവം ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ഉത്ഭവിച്ചു. ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരം അവന്റെ സെലക്ഷനിലുള്ളതാണ്, അത് മാത്രമേ എടുത്തു പറയത്തക്കതായ ഒരു കാര്യമുള്ളൂ. सिर्फ एक ही चीज उसके जीवन में हम देख पाते हैं कि तब परमेश्वर ने जगत के उत्पत्ति से पहले उसे चुन लिया था, अपने वो कार्यों के लिए उसे तैयार किया था। उसके प्रोग्राम के अंतर्गत याकूब को परमेश्वर ने चुन लिया था, केवल इतना ही बात थी। ഹല്ലേലൂയ. എപ്പോഴും ഹല്ലേലൂയ ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറന്നു പോകല്ല. നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടതായതുകൊണ്ടാണ്. പിതാവ് നമ്മുടെ പേരും കൂടെ പുത്രന് പാസ് ചെയ്തത് കൊണ്ടാണ്. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കണ്ടത് കൊണ്ടാണ് നമുക്ക് സ്പെഷ്യൽ പ്രിവിലേജ് ഉള്ളത്. നമ്മൾ വിളിച്ചാല് ദൈവം വിളി കേൾക്കുന്നത്. നമ്മൾ എത്ര പിന്നെയും പാപം ചെയ്തിട്ടും പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടും പിന്നെയും ദൈവസ്നേഹം നമ്മളെ മാടി വിളിക്കുന്നത് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടതില് ഉള്ളത് കൊണ്ടാണ്. ആ ഒരു കാര്യം നമ്മൾ ഒരു കാരണവശാലും മറന്നു പോവാൻ ഇടവരുത്തരുത്. देखिए एक खास चीज हम कभी ना भूल पाए कि हमारे ऊपर परमेश्वर की जो बुलाहट है, जो परमेश्वर ने हमें चुन लिया है, इस कारण से कितने बार एक बार हम पिछड़ जाते हैं, परमेश्वर से रूठ जाते हैं, तत्पश्चात भी परमेश्वर हमें पीछा करके हमें नहीं छोड़ते, वापस अपने संगति में हमें बनाए रखते हैं। ഹല്ലേലൂയ. അതെ, ആ കനാന്യ സ്ത്രീ യേശുവിന്റെ പിന്നാലെ നടന്നിട്ട് ശിഷ്യന്മാർ റെക്കമെൻഡ് ചെയ്തിട്ട് അവൾ കരഞ്ഞു പറഞ്ഞിട്ട് ഒന്നും നടന്നില്ല. പക്ഷെ അവിടെ വിശ്വാസം കൊണ്ട് അവിടെ ആ പർട്ടിക്കുലർ അല്ലെങ്കിൽ അവിടെ മകൾക്ക് സൗഖ്യം വന്നു എന്നല്ലാതെ വേറെ ഒന്നും അവിടെ നടന്നിട്ടില്ല. അവർക്ക് രക്ഷയും കിട്ടിയിട്ടില്ല. കാരണം യേശു പറയുന്നത് തന്നെയാണ്, അവള് അവിടെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിലില്ല. അവൾ കാണാതെ പോയ ആടല്ല. ഇങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. പക്ഷേ ദൈവത്തിന്റെ ആ സെലക്ഷൻ അവന്റെ വലിയ പദ്ധതിയിൽ നമ്മുടെ പേരും എന്റെ പേര് അതുപോലെ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ പേരും ഉൾപ്പെട്ടത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ സ്പെഷ്യൽ പ്രിവിലേജ് ഉള്ളത്. ആ പ്രിവിലേജ് തന്നെ എപ്പോഴും ഓർത്തിരിക്കേണ്ടതും എപ്പോഴും നമ്മൾ മുൻഗണന കൊടുക്കേണ്ട കാര്യമാണ്. പലർക്കും ഇതില്ല, നമുക്കിതുണ്ട്. ആ ഒരു കാര്യം ഒരു കാരണവശാലും നമ്മൾ മിസ്യൂസ് ചെയ്യുവോ നെഗ്ലക്ട് ചെയ്യുവോ ചെയ്യരുത്. देखिए हमें परमेश्वर ने बुलाया है और हमारे ऊपर में परमेश्वर की बुलाहट है। इस बात को किसी भी हालात में हमें भूलना नहीं चाहिए, भूल नहीं करना चाहिए, क्योंकि ये कनानी स्त्री के कुछ यीशु मसीह के पीछे पीछे रहते हुए जिद करी, लेकिन उसके चेलों ने भी उनके बारे में बहुत कुछ
समर्थन के रूप में बताया था, तो भी केवल जिस कार्य के लिए वो स्त्री आई वो उन्हें प्राप्त हुई, अन्यथा वो स्वर्गराज के लिए वारिस नहीं बनी है। ये बात हमें वहां से साफ साफ सिद्ध होता है। ഹല്ലേലൂയ. ഇനി അടുത്ത ഒരു കാര്യം ഇവിടെ പറയുന്നത് രാജകീയ പുരോഹിതവർഗം. यहाँ पर पतरस के पत्री में जब हमने पढ़ा है, हम एक राज पदधारी याजकों का समाज कर दिखाया है। നമ്മള് പ്രത്യേകിച്ച് സംഖ്യാപുസ്തകം 3-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അഹരോനെയും അവന്റെ മക്കളെയും ആ പുരോഹിത ശുശ്രൂഷയിലോട്ട് തെരഞ്ഞെടുക്കുന്ന വിധമൊക്കെ നമുക്ക് വായിക്കുവാൻ സാധിക്കും. देखिए, गिनती के किताब में जब हम आते हैं, हम वहां पर देखते हैं कैसे परमेश्वर पुत्रों को इस याजकीय सेवकाई के लिए कैसे अलग कराते हैं, मूसा उसको कैसे कैसे लेता है, ये सारे विषय में हमें पढ़ने को मिलता है। ഹല്ലേലൂയ. നമ്മള് ആ ഭാഗം വായിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും ഇത് പറഞ്ഞിട്ടില്ല. അഹരോനും പുത്രന്മാർക്കും മാത്രം വെച്ചിരിക്കുന്ന സ്പെഷ്യൽ പദവിയാണ്, സ്പെഷ്യൽ ഉത്തരവാദിത്തമാണ്. അത് മാത്രമല്ല, അവരെ സഹായിക്കാനാണെങ്കിൽ ദൈവർക്ക് മാത്രമേ പറ്റുള്ളൂ. വേറെ ആരെങ്കിലും ദൈവത്തിന്റെ യാഗപീഠത്തിന് അവന്റെ കൂടാരത്തിന് അടുത്ത് വന്നാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. देखिए, लेवियों के गोत्र में से भी सिर्फ हारून के गोत्र को ही परमेश्वर ने याजकीय पद दिया था, और साफ उनको इस तरह के नियम दिए हुए थे कि अन्य और कोई व्यक्ति वहां पर उसके जगह पर आ जाए तो उसे मार। ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ ഈ സെലക്ഷൻ നമ്മൾ ഈ സെലക്ഷനിൽ പെട്ടിട്ട് അടുത്തൊരു കാര്യം ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മൾ ജസ്റ്റ് സെലക്ട് ആയി എന്ന് മാത്രമല്ല, നമ്മളെ ഒരു വലിയ ഉത്തരവാദിത്തം, അതെ അന്ന് അഹരോനെയും പുത്രന്മാരെയും ഏൽപ്പിച്ച അതേ ഉത്തരവാദിത്തം പുതിയ നിയമ ഇസ്രായേലായ നമ്മളെ പ്രത്യേകിച്ച് ആരൊക്കെ ദൈവത്തിൽ വിളിക്കപ്പെട്ടിട്ടുണ്ടോ, ആരൊക്കെ അവന്റെ സെലക്ഷനിലുണ്ടോ, അവൻ ജസ്റ്റ് സെലക്ഷൻ മാത്രമല്ല, വചനപ്രകാരം നമ്മൾ ഓരോരുത്തരും രാജകീയ പുരോഹിതന്മാരാണ്. ആ ഒരു ഉത്തരവാദിത്തം നമ്മള് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. देखिए, जैसा परमेश्वर ने हारून और उसके घराने को जो याजक की सेवकाई सौंप दिया था, उसी तरह नए नियम में जब हम उसी पद में परमेश्वर ने नियुक्त किया है, हमारे ऊपर में जो दायित्व दिए गए हैं, हमें वो पूरी तरह से उसको निभाना हमारे जिंदगी के लिए बहुत अनिवार्य है। ഹല്ലേലൂയ. എന്താണ് പുരോഹിതൻ ചെയ്യുന്നത്? പുരോഹിതൻ ജനങ്ങൾക്കും ദൈവത്തിനും ഇടയിൽ നിൽക്കുന്നു, ഇന്റർസീഡ് ചെയ്യുന്നു, മധ്യസ്ഥ വഹിക്കുന്നു. ഈ ജനങ്ങൾക്ക് വേണ്ടി ദൈവം അപേക്ഷിക്കുന്നു. അങ്ങനെ പുരോഹിതന്റേതായ ആ റോള് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം കൂടെ സെലക്ഷനിൽപ്പെട്ട നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു. देखिए, याजक क्या करते हैं, वो परमेश्वर और लोगों के बीच में रह करके बिचवाई करता है, लोगों के प्रति परमेश्वर के सम्मुख जाकर के गिड़गिड़ाते हैं, इनके सारे बलि और अन्य परमेश्वर के जो चढ़ावा पहुंचाते हैं। वैसा आज के दिन हमें परमेश्वर ने नियुक्त किया है कि लोगों के लिए परमेश्वर के सम्मुख जाकर गिड़गिड़ाए, उनके प्रति हम प्रार्थना करें। ഹല്ലേലൂയ. നമ്മൾക്ക് ഓരോരുത്തർക്കും ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മുടെ കുടുംബത്തെ കുറിച്ചൊരു ഉത്തരവാദിത്തമുണ്ട്. കുടുംബത്തിൻ്റെതായ ഹല്ലേലൂയ ആത്മീയമായ ഒരു പെർഫെക്ഷന് നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ കോൺഗ്രിഗേഷൻ നമ്മൾ ഏത് ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നു, ദൈവം ഏതെങ്കിലും ഉത്തരവാദിത്തം തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ബൈബിൾ സ്റ്റഡി എടുക്കുന്നു, എന്റെ ഉത്തരവാദിത്തമാണ്
ഇത് അറ്റൻഡ് ചെയ്യുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവര് ആ നിത്യരാജ്യത്തിൽ എത്തുവാൻ വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുകയും ആ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ആത്മാർത്ഥമായി ഹൃദയ കണ്ണുകളെ പ്രകാശിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ ശുശ്രൂഷയിലുള്ളതും അല്ലാത്തതുമായ ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും മിനിമം കുടുംബത്തിൻ്റെതായ ഒരു ഉത്തരവാദിത്തമെങ്കിലും ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ഉണ്ട്. അതൊരിക്കലും മറന്നു പോകരുത്. कभी हम इस चीज को ना भूले, प्रत्येक विश्वासी जनों को और जो परमेश्वर की सेवकाई करते हैं उनको ऊपर में ये परमेश्वर ने सेवा थोप रखी है और उनके दायित्व है कम से कम अपने परिवार के प्रति वो लोग दायी रहे, वो उनके लिए प्रार्थना करे, उन्हें परमेश्वर तक पहुंचने तक उनके लिए बिचवाई करता रहे, मंडली के लिए करता रहे, जिनको हम सिखाते हैं उनके जिंदगी के प्रति हम प्रार्थना करें कि परमेश्वर उन्हें सहायता करे, मदद करे कि अंत तक वो लोग परमेश्वर के वचन में कायम रहे, बने रहे। इस तरह दायित्व प्रतियों के जीवन में परमेश्वर ने दिया हुआ है। ഹല്ലേലൂയ. അതുപോലെ ഇവിടെ കാര്യം എഴുതിയിരിക്കുന്നു, അവന്റെ വിശുദ്ധ വംശം, കുറച്ചുകൂടെ കറക്റ്റായിട്ട് ഹോളി നേഷൻ, അല്ലെങ്കിൽ അവന്റെ രാജ്യത്തിന്റെ സിറ്റിസൺസ് ആണ് നമ്മൾ ഓരോരുത്തരും. और लोगों के प्रति एक और शब्द इस्तेमाल किया गया है, वो ये है कि और हम पवित्र लोग हैं, परमेश्वर की पवित्र लोग हैं। ഹല്ലേലൂയ. ആ രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് എങ്ങനെയാ കിട്ടിയത്? നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ട ആ സമയം മുതൽ നമ്മൾ ആ സിറ്റിസൺ ആണ്. അപ്പോൾ വെറുതെ അവിടെ എഴുതിയിട്ട് കാര്യമില്ല. അവന്റെ സന്നിധിയിൽ ആ രാജ്യത്ത് ചെല്ലണമെങ്കിൽ അല്ലെങ്കിൽ പ്രവേശിക്കണമെങ്കിൽ ജയിച്ചവനെ അവിടെ ചെല്ലുകയുള്ളൂ. അങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റോയൽ സിറ്റിസൺഷിപ്പ് നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതും ആരും മറന്നു പോകരുത്. देखिए, और ये भी चीज से हमारे नाम उस जीवन की पुस्तक में लिखा गया है। हम उस पवित्र नगर के प्रजा तो बन गए हैं, लेकिन वहां पर प्रवेश करने के लिए हमारे जीवन में हर एक बातों के ऊपर में हमें विजय पाना जरूरी है, तब जाकर के हम वहां स्वर्ग सियोन में पहुंच सकेंगे। ये बात कभी ना भूले। ഹല്ലേലൂയ. ഇവിടെ ഈ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന സെന്റൻസിന്റെ സ്ട്രക്ചറിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇത് ശരിക്കും ഇപ്പോൾ നമ്മൾ പറഞ്ഞ നമ്മള് അതെ അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും അവന്റെ വിശുദ്ധ വംശവും ആകെ കൊണ്ട് നമ്മള് ഹല്ലേലൂയ അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ അതെ ആ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള അവന്റെ ആ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ കടപ്പെട്ടവരാണ്. അതാണ് അതിൻ്റെതായ യഥാർത്ഥമായ സെന്റൻസ് സ്ട്രക്ചർ പോകുന്നത്. देखिए, इस पूरे पद का ये अर्थ है कि उन्होंने हमें चुना है, हमें अलग किया है और हमें विशेष पद दिया हुआ है। इस कारण से हमें उसके लिए जीवन बिताना है, उनके कार्यों को हमारे जीवन में निर्वाह करना है। ये बहुत ही जरूरी बात बताया गया है। ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട അവന്റെ ജനമെങ്കിൽ നമ്മൾ അന്ധകാരത്തിൽ കിടക്കേണ്ടവരല്ല. സാത്താൻ നമ്മളെ നിയന്ത്രിക്കേണ്ടവരല്ല. സാത്താന്റേതായ പിടിയിലും സാത്താന്റെ ഇൻഫ്ലുവൻസിലും നയിക്കപ്പെടേണ്ടവരല്ല. നമ്മുടെ സംസാരം, പ്രവൃത്തി, നമ്മുടെ ചിന്താഗതികള് മുഴുവൻ പ്രകാശത്തിനായിരിക്കണം. ദൈവത്തിൻ്റെതായ പ്രകാശത ദൈവം വിളിച്ചത് തന്നെ അതിനാണ്. ദൈവം ആ പ്രകാശത്തിലോട്ടാണ് കൂട്ടിവെച്ചത്. എന്തിനാണെന്ന് വെച്ചാൽ അന്ധകാരത്തിൽ കിടക്കുന്നവരെ പ്രകാശം പകർന്നു കൊടുക്കലാണ് നമ്മുടെ ഉത്തരവാദിത്തം. നമ്മുടെ ഉത്തരവാദിത്തം നമ്മളെ ഈ രക്ഷിച്ചവനെ പരിചയപ്പെടുത്താനാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഈ ഒരു ഉത്തരവാദിത്തം ഒരിക്കലും നമ്മൾ മറന്നു പോകാതെ നമ്മൾ അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. देखिए, जैसा हमको यहाँ पर लिखा गया है, अंधकार में से हमें अलग किया है। अब हमारे सारी जिंदगी उजियाले में होना चाहिए। हमारा कर्तव्य बनता है कि ये जो सच्चाई को या ये उजियाले को हमने जो पाया है अन्य लोगों तक पहुंचाए, उनको प्रभु यीशु मसीह के विषय में बताने वाले बने। परमेश्वर के राज्य के विषय में लोगों को बताने के लिए परमेश्वर ने हमें दायित्व दिया है।
ഹല്ലേലൂയ. ഇനി ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ സ്പെഷ്യാലിറ്റി, ഈ രണ്ട് വാക്യം അല്ലെങ്കിൽ നമ്മളിപ്പോ ധ്യാനിച്ച വേദഭാഗങ്ങൾ നമുക്ക് വളരെ വ്യക്തമാവും. അതൊക്കെ ഉൾക്കൊണ്ടിട്ടാണ് ഇവിടെ 1 പത്രോസ് 2-ാം അധ്യായം 11-ാം വാക്യം 11ഉം 12ഉം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡഭോഗങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. देखिए, ये संत पत्रस यहाँ पर ये हमें शिक्षा देता है कि हम ऐसे पदारी हैं, परमेश्वर के चुने हुए हैं, उजियाले में चलने वाले हैं। इस कारण से हमें कैसा जीवन बर्ताव करना है। आगे 2 पदों में हम पढ़ते हैं, 11 और 12 पदों में इस तरह से हैं: हे प्रियो, मैं तुमसे विनती करता हूँ कि तुम अपने आप को परदेशी और यात्री जानकर उन संसारिक अभिलाषाओं से जो आत्मा से युद्ध करती है बचे रहो। अन्य जातियों में तुम्हारा चाल चलन भला हो, ताकि जिन जिन बातों में वे तुम्हें कुकर्मी जानकर बदनाम, वे तुम्हारे भले कामों को देखकर उन्हीं के कारण कृपा दृष्टि के दिन परमेश्वर की महिमा करें। ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളില് പഠിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച അതിന്റെ മുമ്പത്തെ ആഴ്ചയും ഒക്കെ പഠിച്ച ആ ഹൃദയത്തിൻ്റെതായ ആ ശുദ്ധീകരണത്തിന്റെ ആവശ്യത്തിന്റെ എസൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. देखिए, पिछले दिनों में हमने कैसा हमारे दिल कैसे साफ रखना है, पवित्रता कैसा बरकरार रखना है, इन बातों को बताया था। इस संदर्भ में उनके बारे में कुछ और बातें बताओ। നമ്മുടെ ഹൃദയത്തിനകത്ത് ഈവിൾ ഡെപ്പോസിഷൻ അല്ലെങ്കിൽ ദുർനിക്ഷേപം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൃദയത്തിനകത്തു നിന്ന് നമ്മളെ ചിട്ടയാക്കുന്ന കാര്യമുണ്ടെങ്കിൽ, നമ്മൾ ഡെഫിനിറ്റ് ആയിട്ടും ജഡത്തിന്റെ മോഹത്തിൽ തന്നെ നടക്കും. അങ്ങനെ നടന്നാല് നമ്മള് ഈ പറയുന്ന രാജകീയ പുരോഹിത വർഗമാണെന്നുള്ള കാര്യവും അതുപോലെ അവൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണെന്നുള്ള കാര്യവും നമ്മൾ പ്രകാശം കൊടുക്കേണ്ടവരാണെന്നുള്ള കാര്യവും പ്രകാശത്തിൽ വസിക്കുന്നവരാണെന്ന കാര്യം, ഈ പറഞ്ഞ സകല കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ അത് നടക്കത്തില്ല. നമ്മള് ജഡത്തിൻ്റെതായ മോഹത്തിൽപ്പെട്ട് ജഡത്തെ അനുസരിച്ച് നടന്നാൽ, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞ ഹൃദയത്തിൽ പവിത്രീകരണം അല്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ സാങ്ക്ടിഫൈഡ് ആയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷന് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ഈ മോളിൽ പറഞ്ഞ കാര്യവും നമ്മളുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവത്തില്ല. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നടപ്പിൽ സകല ജഡ്ജികൾ എങ്ങനെ നടക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, ഒരു ഇഷ്യൂ വരട്ടെ അല്ലെങ്കിൽ ഒരു കാര്യം വരട്ടെ, നമ്മുടെ സ്വഭാവം വെളിപ്പെട്ടു അങ്ങനെ ചെയ്യുവാൻ പാടില്ല. അതിന്റെ ഒറ്റ ഒരു സൊല്യൂഷനേ ഉള്ളൂ. നമ്മൾ സാങ്ക്ടിഫിക്കേഷന് വേണ്ടി ഹൃദയത്തിൽ നിന്ന് മലിനത, ഹൃദയത്തിൽ നിന്ന് നിക്ഷേപങ്ങൾ പുറത്താക്കുക എന്നുള്ള ഒറ്റ ഓപ്ഷനെ ദൈവം നൽകിയിട്ടുള്ളൂ. അത് അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. यदि हमारे मन के अंदर में किसी तरह की पूरी बातें भर रखे हैं, तो हम कभी ये बात याद भी नहीं रख सकेंगे, ये ध्यान रखते हुए हमारा जिंदगी भी नहीं बिता सकेंगे जैसा यहाँ पर बताया गया है। इसलिए हमें सर्वप्रथम ये जरूरी है, हमारे मन को रोज धोकर शुद्ध करने के लिए प्रार्थना करें और पवित्रता की ओर दिन पर दिन हम बढ़ता जाए। हमारे मन जैसा परमेश्वर चाहता है और परमेश्वर के वचन में जैसा हमें सिखाया गया है, उसी तरह पवित्रता के साथ हम आगे बढ़ेंगे। हम जाकर के इन पदों के द्वारा हम परमेश्वर की महिमा अपने जीवन में दिखा सके और सांसारिक अभिलाषाओं के आदि होकर नहीं, किंतु परमेश्वर के आत्मा के चलाए चलने वाले हम बने और भले चाल हमारे देख करके परमेश्वर हमें हमारे ऊपर में परमेश्वर के आशीष बरकरार रहे, ये हमारे लिए बहुत जरूरी है। ഹല്ലേലൂയ. ഇനി നമുക്ക് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ബാക്കി പോർഷനിലോട്ട് നമുക്ക് കടന്നു വരാം. अभी हम वापस मत्ती सुसमाचार 15वीं आयत में आएंगे, बचे हुए वचनों की ओर हम मन लगाएंगे.
15:29 മുതൽ 31 വാക്യം വായിക്കുന്നു. യേശു അവിടെ നിന്ന് യാത്രയായി ഗലീല കടലിന്റെ അരികെ ചെന്ന് മലയിൽ കയറി അവിടെ ഇരുന്നു. വളരെ പുരുഷാരം, മുടന്തർ, കുരുടർ, ഊമർ, കൂനർ മുതലായ പലരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവന്റെ കാൽക്കൽ വെച്ച് അവൻ അവരെ സൗഖ്യമാക്കി. നടക്കുന്നതും കുരുടർ കാണുന്നതും പുരുഷാരം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു, ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. 19 से 31 तक पदों को पढ़ते हैं। यीशु वहां से गलील की झील के पास आया और पहाड़ पर चढ़कर बैठ गया। तब भीड़ पर भीड़ उसके पास आई। वे अपने साथ लंगड़ों, अंधों, गूंगों, टुंडों और अन्य बहुतों को उसके पास लाए और उन्हें उसके पांव पर डाल दिए और उसने उन्हें चंगा किया। जब लोगों ने देखा कि गूंगे बोलते और टुंडे चंगे होते और लंगड़े चलते और अंधे देखते हैं, तो अचंबा करके इस्राएल के परमेश्वर की बड़ाई की। ഹല്ലേലൂയ. നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മൾ കുറച്ചു മുമ്പേ വായിച്ച അതിന്റെ ശരിക്കുമുള്ള ഇലിസ്ട്രേഷൻ ആണ് ഇവിടെ കണ്ടത്. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? അന്ധകാരത്തിൽ നിന്ന് നമ്മുടെ രക്ഷിച്ച് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനല്ലേ വിളിച്ചത്? അതൊക്കെ ഇവിടെ യേശു കാണിച്ചു തന്നെ നമ്മളെ. അതെ, ഈ വ്യക്തി ജീവിതങ്ങളെ, ഈ രോഗികളെ, ഈ പാപികളെ ഇവിടെ സൗഖ്യമാക്കുകയും അൾട്ടിമേറ്റ്ലി ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുകയും അല്ലേ കണ്ടത്? അപ്പൊ പത്രോസ് എഴുതിക്കുന്ന വാക്യവും ഇതുമായിട്ട് വളരെ റിലേഷൻ ഇല്ലേ? ഓരോരുത്തരും ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. देखिए, यहाँ पर जैसा हमने पढ़ा है, या अचंभे कार्यों को देख करके लोग परमेश्वर के महिमा करने लगे। और पतरस जैसा हमसे कह रहा था, हमें भी इसी प्रकार इसी मकसद के लिए बुलाए गए हैं कि सारे परमेश्वर के बातों को देख करके लोग परमेश्वर की महिमा करने लायक हम प्रभु यीशु मसीह के गुण को प्रकट करने वाले बनते रहे। ഹല്ലേലൂയ. ഇനി നമുക്ക് അതിന്റെ താഴെ പോർഷൻ കൂടെ നമുക്ക് വായിക്കാം. 32 മുതൽ താഴോട്ട്. എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു, എന്നോടുകൂടെ പാർക്കുന്നു, അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായിക്കൊണ്ട് അവരെ കുറിച്ച് എനിക്ക് മനസ്സിരിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ എനിക്ക് മനസ്സില്ല. അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കുമെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, ഇത്ര വലിയ പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ മതിയായ അപ്പം ഈ കാട്ടിൽ നമുക്ക് എവിടെ നിന്ന് എന്ന് പറഞ്ഞു. നിങ്ങളുടെ പക്കൽ എത്ര അപ്പം ഉണ്ട് എന്ന് യേശു ചോദിച്ചു. 7 കുറെ ചെറുമീനും ഉണ്ട് എന്ന് അവർ പറഞ്ഞു. അവൻ പുരുഷാരത്തോട് നിലത്തിരിപ്പാൻ കൽപ്പിച്ചു. ആ 7 അപ്പവും മീനും എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം അവർ 7 വട്ടി നിറച്ചെടുത്തു. ഓരോ സ്ത്രീകളും പൈതങ്ങളും കൂടാതെ 4000 പുരുഷന്മാരായിരുന്നു. പിന്നെ അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പടകിൽ കയറി മഗദാദേശത്ത് എത്തി. 32 से लेकर के 39 तक पदों को पढ़ते हैं। यीशु ने अपने चेलों को बुलाया और कहा, मुझे इस भीड़ पर तरस आता है, क्योंकि वे 3 दिन से मेरे साथ हैं और उनके पास कुछ खाने को नहीं है। मैं उन्हें भूखा विदा करना नहीं चाहता, कहीं ऐसा ना हो कि मार्ग में थक कर वो रह जाएं। चेलों ने उससे कहा, हमें इस जंगल में कहां से इतनी रोटी मिलेगी कि हम इतनी बड़ी भीड़ को तृप्त करें? यीशु ने उससे पूछा, तुम्हारे पास कितनी रोटियां हैं? उन्होंने कहा, 7 और थोड़ी सी छोटी मछलियां। तब उसने लोगों को भूमि पर बैठने की आज्ञा दी और उन 7 रोटियों और मछलियों को लिया, धन्यवाद करके तोड़ा और अपने चेलों को देता गया। और चेले लोगों को इस प्रकार सब खाकर तृप्त हो गए। और चेलों ने बचे हुए टुकड़ों से भरे हुए 7 टोकरे उठाए। खाने वाले स्त्रियों और बालकों को छोड़ 4000 पुरुष थे। तब वो भीड़ को विदा करके नाव पर चढ़ गया और मगदन देश की सीमा में आया। ഹല്ലേലൂയ. ഈ പോർഷൻ ഇത് യേശു 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ച കാര്യം, ഈ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കാര്യവും എഴുതിയിട്ടുണ്ട്. और जगह पर 5 रोटी से 5000 को तृप्त करने के विषय में भी लिखा है। ഹല്ലേലൂയ. ഈ ഭാഗത്ത് നിന്ന് ദൈവം നമ്മുടെ ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് ചില വിശ്വാസത്തിൻ്റെതായ ചില കാര്യങ്ങൾ നമ്മളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടും കൂടെ എന്നോട് സംസാരിക്കണമേ എന്ന് ആത്മാർത്ഥമായി ചോദിച്ച് ആവശ്യപ്പെട്ട് ആഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ വിശ്വാസത്തിന്റെ ചില പുതിയ മർമ്മങ്ങളെ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. देखिए, आज परमेश्वर हमें विश्वास के कुछ और
गूढ़ बातों को हमें समझाना चाहता है। इसलिए बड़े प्रार्थना के सम्मुख प्रभु के सम्मुख ठहरे कि प्रभु मुझे इन बातों के अर्थ समझ आए, इस तरह से हम प्रार्थना करें। ഹല്ലേലൂയ. യെസ്, ഇവിടെ നടന്ന ഈ സംഭവവും യെസ് നമ്മുടെ ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള ആ യുദ്ധവും തമ്മിൽ ഏകദേശം ചെറിയൊരു സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ട് വിശ്വാസത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ. जब विश्वास के तौर पर लेकर हमें जब अध्ययन करते हैं तो ये जो भाग हमने पढ़ा है वो दाऊद और गोलियत के साथ जो मुठभेड़ हो रहे थे उसके साथ मिलता जुलता है। ഹല്ലേലൂയ. യെസ്, നമ്മൾ ഈ ഇവരുടെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു പ്ലേറ്റിൽ എടുക്കാൻ പാകത്തിനുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ. അവരുടെ കയ്യിൽ കുറച്ച് അപ്പം മാത്രം. യെസ്, ഇവിടെ എഴുതിയിരിക്കുന്നത് 7 അപ്പവും മീനുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന കാര്യത്തിൽ 5 അപ്പം എടുക്കാനുള്ള, അതായത് ഒരു പ്ലേറ്റിൽ എടുക്കാനുള്ള ഭക്ഷണം ശരിക്കും പറഞ്ഞാൽ അവരുടെ കയ്യിൽ ഉള്ളൂ. देखिए इनके पास में अब क्या बचा है, क्या है इनके पास? खाली एक थाली में लेने लायक कुछ रोटियां केवल उन्हीं के पास है। ഹല്ലേലൂയ. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. നമ്മുടെ സ്റ്റേറ്റിന്റെ കൺവെൻഷൻ ഒക്കെ ഉള്ളപ്പോ ജസ്റ്റ് ഇമാജിൻ ചെയ്യാം, നമ്മുടെ കയ്യിൽ ഭക്ഷണമൊന്നുമില്ല, അല്ലെങ്കിൽ ആ പാട് ഒരു പ്ലേറ്റിലുള്ള ഭക്ഷണം ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. देखिए हमारे जब वार्षिक सभाएं जब होते हैं तो बहुत भीड़ आते हैं, उस समय खाना खिलाते। मान लीजिए उस समय हमारे पास केवल एक थाली में कुछ खाना ही रह गया है, उस अवस्था यहाँ पर हमें देखने को मिलता है। ഹല്ലേലൂയ. ഇനി ദാവീദിനെ കുറിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ അവന് എന്താ കാണിക്കുന്നത്? കുറച്ച് കല്ലുണ്ട്, ഒരു തവണയുണ്ട്. അപ്പുറം ഒരു വലിയ സൈന്യം നിൽക്കുന്നു. അവന്റെ ഫുൾ ആർമർ, ഫുൾ ടെക്നിക്ക് അവൻ പഠിച്ച്, അവന് ചെറുപ്പത്തിലെ അഭ്യാസിയാന്ന് എഴുതിയിരിക്കുന്ന ആജാനുഭാവുമായ ഒരു മനുഷ്യൻ, അഭ്യാസിയായ മനുഷ്യൻ. അവന്റെ മുമ്പില് ദാവീദ് എന്തായിട്ട് ചെല്ലണേ? കുറച്ച് കല്ല്. അതുകൊണ്ടായിരിക്കും പുള്ളിയുടേതായ രീതിയിൽ ദാവീദിനെ കുറച്ച് ചീത്തയൊക്കെ വിളിച്ചത്. देखिए दाऊद के जीवन में भी हम इस तरह से देखते हैं, वो दाऊद के पास में है क्या चीज है? केवल एक गोफन है, कुछ पत्थरे हैं। लेकिन जब साउल को जब वो गोलियत है, उसके पास में सारा कुछ प्रबंध है, तलवार है, भाला है, सब कुछ उसके पास है। लेकिन उसे दाऊद जाकर के कैसे विजय पाता है, ये देख लीजिएगा। ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കുറച്ച് വിശ്വാസത്തിന്റെ ചില പാഠപാഠങ്ങള്, ചില കാര്യങ്ങള് ദൈവം ഇവിടെ പഠിപ്പിക്കുവാൻ വളരെ ആഗ്രഹിക്കുന്നു. അത് നമ്മൾ വിട്ടുപോകരുത്. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് ശിഷ്യന്മാർ ഓൾറെഡി കണ്ടതാണ്. അതിനുശേഷമാണ് ഈ 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിക്കുന്ന കാര്യം വന്നത്. പക്ഷേ ശിഷ്യന്മാർക്ക് ഒരു തരി വിശ്വാസമില്ല. നമ്മളത് നെഗ്ലക്ട് ചെയ്ത്, നമ്മൾ എന്തുകൊണ്ടാണ് അവർക്ക് വിശ്വാസമില്ലാത്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. देखिए यहाँ पर हमें विश्वास के तौर पर कुछ प्रभु सिखाना चाहता है। जो यीशु मसीह के चेले स्वयं इससे पहले 5 रोटी से 5000 को खिलाते हुए उन्होंने अपने जीवन में अनुभव किया है, उन चीजों को देखा है। उस पश्चात अब यहाँ पर 4000 लोग उनके सामने हैं, तब समस्या के तौर पर उनके सामने ये खड़ी हो जाती है। ഹല്ലേലൂയ. ഈ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം പഠിച്ചിട്ടാണല്ലോ 15-ാം അധ്യായത്തിലോട്ട് വന്നത്. 16-ാം അധ്യായത്തിലും ഈ 2 വിഷയവും നടന്നിട്ടും ശിഷ്യന്മാർക്ക് വിശ്വാസമില്ല എന്ന് യേശു തന്നെ അവിടെ സർട്ടിഫൈ ചെയ്തു. देखिए ये हम 15 से पहले हमने 16 अध्याय में ये बातों को सीखा था। वहां पर भी हमने उस यीशु मसीह के चेलों के अविश्वास को देखा था। सब कुछ सीखने के बाद, सब कुछ देखने के पश्चात भी उनके मन में पूरी तरह से विश्वास के तौर पर नहीं बैठा हुआ है। ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ വിശ്വാസം വരുന്നത് നമ്മുടേതായ ഒരു പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ മനസ്സിന്റെ ഒരു സെറ്റപ്പ് കൊണ്ടോ അല്ലെങ്കിൽ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്നതുകൊണ്ടൊന്നും അല്ല. പരിശുദ്ധാത്മാവിൽ മാത്രം വരുന്നതാണ്. ദാവീദ് അവിടെ പ്രയോഗിച്ചത് ആത്മാവിന്റെ വരമായ വിശ്വാസമാണ് ദാവീദിനെ കല്ലുമായിട്ട് ഗോലിയാത്തിന്റെ മുമ്പിലോട്ട് ഓടിച്ചത്. ആ ഒരു വിശ്വാസം നമ്മൾ ഓരോരുത്തർക്കും നമ്മുടേതായ ക്രിസ്ത്യ ജീവിതം ദൈവം ഉദ്ദേശിച്ച മണ്ഡലത്തില് ആ ഒരു രീതിയിൽ ആയി വരേണ്ടതിന് ആവശ്യമുണ്ട് ഇവിടെ ദൈവം ഉറപ്പിക്കുന്നത്.
देखिए हमारा जिंदगी में विश्वास कैसा कायम होता है, कितना पाठ पढ़ाने से भी नहीं होता है, कितने चमत्कार देखने से भी विश्वास नहीं होता है। जैसा दाऊद की जिंदगी में पवित्र आत्मा उसको जैसा उभारा था, उसी तरह हमारे अंदर में पवित्र आत्मा कार्य नहीं होगा तो हम विश्वास की बातों को या कदमों को नहीं उठा पाएंगे। ഹല്ലേലൂയ. ഈ രണ്ട് സമയം ആ ഒരു ചരിത്ര സംഭവത്തിലും അതെ ഈ ഭക്ഷണം കൊടുക്കുന്ന ഈ സംഭവങ്ങളില് നമ്മളെ ചില കാര്യങ്ങള് ദൈവം നമ്മളെ പഠിപ്പിക്കും. देखिए यहाँ पर ये रोटी खिलाने के विषय के अंतर्गत परमेश्वर हमें कुछ बातों को सिखाना चाहता है। ഇവിടെ യേശുവിന് അവരോട് അനുകമ്പ തോന്നി, കമ്പാഷൻ തോന്നി. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ അടുത്തു വരുന്ന അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തോട് ഒരു യഥാർത്ഥമായ ഒരു കമ്പാഷൻ തോന്നേണ്ട അവസ്ഥ വേണം. അത് ആത്മാവിന്റെ ബലത്തിൽ നിന്നാണ് വരുന്നത്. देखिए प्रभु यीशु मसीह के विषय में हम यहाँ पर पढ़ते हैं, वो लोगों को देख करके तरस खाया है। ये हमारे अंदर में भी होना चाहिए, हमारे जीवन में भी होना ये जरूरी है कि हम लोगों को देखकर, हमारे समाज को देखकर, आज के दुनिया को देख करके हमें उनके ऊपर में तरस होना हमारे लिए जरूरी है, तब जाकर के हम इन बातों को कर पाएंगे। അതുപോലെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവർക്ക് എന്താ വേണ്ടതെന്ന് വ്യക്തമായി യേശു മനസ്സിലാക്കി അത് അവിടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ നമുക്കും നമുക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ നമ്മുടെ സന്നിധിയിൽ വരുന്ന നമ്മുടെ അടുത്ത് വരുന്ന ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ള ഒരു ബോധ്യം അല്ലെങ്കിൽ ആ ഒരു വിവേകം, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. അതും ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അതും യേശു ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നു. देखिए यीशु मसीह उस भीड़ को देख करके उनके जरूरत क्या है ये बात समझ लेता है। उनको वो भूखा है ये बात यीशु समझ के उनके समाधान के लिए कोशिश करता है। उसी तरह हमें भी हमारे समाज को देखकर, हमारे पास आने वाले लोगों को देख करके उनकी जरूरत को वास्तविक रीति से समझना जरूरी होगा, तब जाकर के हम उनके लिए कुछ कर पाएंगे। ഹല്ലേലൂയ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയ അടുത്തൊരു മർമ്മമുണ്ട്. ഇവിടെ എന്തിനാണ് യേശു ഈ 7 അപ്പവും അല്ലെങ്കിൽ ഈ 5 അപ്പവും ചോദിച്ചത്? യേശുവിന് അല്ലാതെ തന്നെ ജനറേറ്റ് ചെയ്താൽ പോരായിരുന്നോ? പക്ഷേ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. ദാവീദിന്റെ ആ കാര്യത്തിലും നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. പലപ്പോഴും നമ്മൾ ഇൻസിഗ്നിഫിക്കന്റ് ആയ അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ലെന്ന്, അല്ലെങ്കിൽ നമ്മൾ ഒന്നും അല്ല എന്ന്, നമുക്കൊരു വിലയുമില്ല എന്ന്, ഒരു വിലയും നമ്മൾ കൊടുക്കാത്ത ദൈവം നൽകിയ ചില കാര്യങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടു ചെല്ലുമ്പോൾ അതിനെ ദൈവം അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റുവാൻ, അതിനെ വാഴ്ത്തി അനുഗ്രഹിച്ചു തരുവാൻ ദൈവം ശക്തനാണ്. നമ്മുടെ വിലയില്ലാന്ന് നമ്മൾ കരുതുന്ന, നമ്മളിൽ ഒഴിഞ്ഞു കിടക്കുന്ന, നമ്മൾ ഇഗ്നോർ ചെയ്ത പല കാര്യങ്ങളും കൊണ്ട് ഈ രാത്രികാലം ഹല്ലേലൂയ ഓരോ വ്യക്തി ജീവിതങ്ങളുമേ ദൈവം നിന്നിൽ തന്നിരിക്കുന്നത് എന്ന് പറക്കിയെടുത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുപോവാ. ദൈവം അതിന്മേൽ അത്ഭുതം പ്രവർത്തിക്കുന്നത് കാണാം. देखिए यहाँ पर यीशु मसीह एक गूढ़ और बातों को हमें सिखाना इसलिए चाहता है। उनसे ये अपेक्षा कर रहा था कि तुम्हारे पास में क्या है, 5 रोटी या 7 रोटी, जो भी हम सोचते हैं कि कोई काम के नहीं है। जब दाऊद की जिंदगी में हमने देखा उसके हाथ में गोफन है, 4-5 पत्थर है, इससे क्या होगा? देखने वाले या खुद भी हम भी इस बात को इस तरह से सोच लेंगे, ये कोई कामयाब नहीं होगा, कोई खास बात ही नहीं है। परमेश्वर चाहता है कि हमारे अंदर में जो भी परमेश्वर ने दिए हुए हैं, छोटी भी बात क्यों ना, हमारे नजरों में तो बिल्कुल हल्के फुल्की बात क्यों ना हो, उसे लेकर के जब परमेश्वर के सामने रखते हैं तो परमेश्वर उसके द्वारा बहुत महान कार्य कर। പ്രിയ ദൈവമക്കളെ, നമ്മുടെ കാര്യത്തില് ദൈവം ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വിലയില്ല, അതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കില്ലേ? അതല്ല അതിന്റെ സിസ്റ്റം, വിശ്വാസന സിസ്റ്റം അതല്ല. അതിൽ നമ്മൾ വിശ്വസ്തരായിരുന്നെങ്കിൽ അത് വളരെ സിമ്പിൾ ആണെങ്കിലും എത്ര ഇൻസിഗ്നിഫിക്കന്റ് ആണെങ്കിലും ദൈവം അതിനെ പൊന്നുപോലെ പുറത്തു വരുവാൻ അത് മതി ദൈവത്തിന്. പക്ഷെ അത് വേണം ദൈവത്തിന്, അത് മതി ദൈവത്തിന്.
ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയിലും ദൈവം ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുമായി അത് മതി ദൈവത്തിന്. അതുകൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നത്. അതുമായിട്ട് ദൈവത്തിന് ദൈവം അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആത്മാർത്ഥമായി ഏറ്റെടുത്ത് ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരു അത്ഭുതം ഈ ദിവസങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. देखिए, परमेश्वर हम में से पतियों को अंदर में कुछ ऐसे वरदानों को दिए हैं, वो परमेश्वर चाहता है, वो छोटा क्यों ना हो, कम क्यों ना हो, मात्र दिखाने लायक क्यों ना नहीं हो, फिर भी परमेश्वर वो चाहता है जिसके द्वारा बड़े महिमामय बातों को दिखाना चाहता है, बड़े आश्चर्य कर्म परमेश्वर के नाम की महिमा के लिए दिखाना चाहता है. इसलिए परमेश्वर आज हमसे वो चाहता है. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇന്ന് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ദൈവം എന്താണ് ചെയ്തതെന്ന് അറിയാവോ? ദൈവം ആക്ച്വലി ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ ദൈവം പറഞ്ഞു ഇവരെ പന്തിയായിട്ട് 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കാര്യത്തിൽ 50 പേരെ വെച്ച് ഇരുത്താനാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. അതായത് അതിന്റെ ആശയം ഇതാണ്, ദൈവം ദൈവം അത് പ്രവർത്തിക്കുമെന്ന് വിശ്വാസത്തോടെ ഏറ്റെടുത്തുകൊണ്ട് അതിന്മേലുള്ള ആക്ഷൻ തുടങ്ങിക്കോ, ആക്ഷൻ ചെയ്തോ. ദൈവം ആ തക്ക സമയത്ത് കാര്യങ്ങൾ കൊണ്ടുവരും. അതല്ലാതെ അത് വന്നിട്ട് ശരിയാവാൻ പോകുന്നതല്ല അതിന്റെ സിസ്റ്റം. പകരം ദൈവം അത് കറക്റ്റായിട്ട് ചെയ്യുമെന്നുള്ള ഉറപ്പോടെ ആ വിശ്വാസത്തിൻ്റെതായ ആത്മാവ് ആ വിശ്വാസത്തിൽ കാര്യങ്ങളെ നടത്തിക്കോ. ദൈവം സമയത്ത് ആവശ്യമുള്ളത് പ്രവർത്തിച്ച് ദൈവത്തിന്റെ നാമം മോശപ്പെടുവാൻ ഇടവരും. देखिए, इसके पदों के अंदर में एक और चीज परमेश्वर आज हमें सिखाना ये चाहता है कि जब लोगों ने कहा, उनके चेलों ने कहा 7 रोटी हैं, तो तुरंत यीशु मसीह ने कहा तो लोगों को पांति से बैठाओ. देखिए, परमेश्वर हमसे चाहता है कि थोड़ा भी क्यों ना हमारे पास हो, परमेश्वर के काम को आरंभ करो. परमेश्वर जो कहता है उसको करने के लिए उत्तर आओ, तैयार हो जाओ. बाकी कार्य परमेश्वर पूरा करेगा. ये सामर्थ परमेश्वर रखता है. के साथ में समर्पण करना जरूरी होता है. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം വളരെ ഇമ്പോർട്ടന്റ് ആയ വേദഭാഗമാണ്. അവിടെ നമ്മളെ പല കാര്യങ്ങളെയും പഠിപ്പിച്ചു. ദൈവത്തിന്റെ ഹൃദയത്തിൻ്റെതായ ആ ശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷന്റെ കാര്യം ദൈവം വളരെ വ്യക്തമായി പഠിപ്പിച്ചു. അതിനുശേഷം സെലക്ഷൻ കാര്യം പഠിപ്പിച്ചു. വലിയ വലിയ കാര്യങ്ങളെ പഠിപ്പിച്ചിട്ട് അവസാനം വന്ന് നിൽക്കുന്നത് ബേസിക് വിശ്വാസത്തിന്റെ കാര്യത്തിൽ. അതെ, ഇപ്പോൾ നമ്മൾ ചിന്തിച്ചിരിക്കുന്ന, നമ്മൾ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവൊന്നും പോരാ. ഈ ജസ്റ്റ് ഒരു പ്ലേറ്റില് ഉള്ള ഭക്ഷണം കൊണ്ട് 5000-ന് കൊടുക്കുവാൻ പറ്റുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് എന്നുള്ള ഒരു വലിയ വിശ്വാസം. അത് നമ്മൾക്കായിട്ട് ഒന്നും ചെയ്താലും പൊങ്ങി വരൂല. പകരം ആ വിശ്വാസം തരുന്നൊരു ദൈവമുണ്ട്. ദൈവമേ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എനിക്ക് അധികമായ വിശ്വാസം എന്ന കൃപ നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം ആ വിശ്വാസം നൽകി നമ്മളെ കൊണ്ട് വൻ കാര്യങ്ങളെ പ്രവർത്തിച്ച് അതിഥിയോളം എത്തിക്കുവാൻ അവർ ശക്തനാണ്. देखिए, ये मत्ती सुसमाचार 15वें आयत में खास बातों को हमने सीखा था. परंपरा के विषय में हमें सिखाया है, अशुद्ध करने वाली बातों के विषय में हमें परमेश्वर ने सिखाया है. मन की बुराई को हटा करके मन पवित्र रखने का और पवित्रता में बढ़ने की बात हमें सिखाया है. और हमारे चुनौती के विषय, हमारे चुन लेने के विषय में परमेश्वर ने हमें सिखाया है. अंत में परमेश्वर हमें ये सिखाना चाहता, हमारा विश्वास सबसे महत्वपूर्ण है, बड़े महत्व रखता है. हमें बिना विश्वास का नहीं, पूरे विश्वास के साथ परमेश्वर के कार्यों पर मन लगाना है. बात हमें परमेश्वर आज सिखाता है. ഹല്ലേലൂയ. ദൈവമക്കളെ, സാത്താൻ നമ്മളെ പരീക്ഷിക്കുന്നത് നമ്മുടെ വിശ്വാസത്തില, നമ്മുടെ വിശ്വാസത്തെ അവൻ ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവമേ, അധികമായ വിശ്വാസം നൽകണമേ, ആത്മാവിന്റെ ബലം നൽകണമേ, ആത്മാവിന്റെ വരങ്ങൾ നൽകണമേ. അതുപോലെ ഹൃദയത്തിൽ ഈവിളുടെ പൊസിഷൻ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ അഡിക്റ്റ് ആണെങ്കിൽ, നമ്മുടെ വർഷം
വർഷങ്ങളായിട്ട് നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരുന്നില്ല എങ്കിൽ ആ ഒരു പോയിന്റുമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് ദൈവം അവിടെ വ്യക്തമായി പ്രവർത്തിക്കും. അതിനെ മെതിച്ചു പൊടിച്ച് പതിരാക്കി പറ്റി പുറത്താക്കുള്ള അധികാരം നൽകിയിട്ടുണ്ട്. അതൊന്ന് ചെയ്താൽ മതി. അവൻ ദൈവം അവന്റെ കാറ്റടിപ്പിച്ച് നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന ഒരു ഒരു അനുഭവം നമുക്ക് കിട്ടും. ആ ഒരു പുതിയ ഹൃദയവും കല്ലായുള്ള ഹൃദയം മാറി മാംസമായ ഹൃദയം വന്ന് അവന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി അവന്റെ ചട്ടങ്ങളിൽ വഴികളിൽ നമ്മളെ ഓരോരുത്തരെ നടത്തുന്നതാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കിരിക്കുന്നു. आपको दोहराना चाहूंगा, और शैतान हमें हर समय हमारे विश्वास के मुद्दे पर हमारी परीक्षा लेती है, इसलिए हमें विश्वास में पक्का रहना है और प्रभु के वचनों पर चलना है। परमेश्वर ने हमें वादा किया है, हमें पवित्र करेगा, शुद्ध करेगा, एक नया मन हमारे अंदर उत्पन्न करेगा और उसके वचनों पर हमें चलने का आशीष परमेश्वर ने हमें वादा किया हुआ है। इसलिए इस परमेश्वर के ऊपर में पूरा हम विश्वास लाए, उत्तरदायी के साथ जीवन बिताए, परमेश्वर के वचन को जीवन में हमेशा बने रखे। इन वचनों के द्वारा प्रभु हमें आशीष देवे।